ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ റിവിഷനാണ്. അതിൽ 9ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്, ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. ഇപ്പോൾ 2 ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച്, എമിൽ ഡർക്കിമിനെ കുറിച്ചും കാൾ മാർക്സിനെ കുറിച്ചും നമ്മൾ അവരുടെ തിയറിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മാക്സ് വെബറിനെ കുറിച്ചാണ്. മാക്സ് വെബർ ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് എന്ന് പറയുന്ന ആ മതം, പ്രൊട്ടസ്റ്റൻ്റ് മതം, അത് ക്യാപിറ്റലിസത്തിന്, മുതലാളിത്തത്തിന് എങ്ങനെ വഴിതെളിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രസി എന്ന തത്വത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ചോദ്യം പലപ്പോഴും ഇതിൽ നിന്നെല്ലാം വരാറുള്ളത് ഉണ്ട്. അപ്പം മാക്സ് വെബർ, ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റ്, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് തീസിസ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് റിലേറ്റിംഗ് പ്രൊട്ടസ്റ്റന്റിനിസം ടു capitalism and for his ideas on bureaucracy. ഇനി നമുക്കിതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. ഹൗ ഡിഡ് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ഗീവ് റൈസ് ടു ക്യാപിറ്റലിസം അക്കോർഡിംഗ് ടു മാക്സ് വെബർ? മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് മതം എങ്ങനെയാണ് ഒരു മുതലാളിത്ത സംവിധാനത്തിന് വഴിതെളിച്ചത്? അപ്പോൾ ഇത് നമുക്ക് ഈ ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1905 പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിലും വൺ വേർഡൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൃതിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അത് ജർമ്മൻ ഭാഷയിലാണ് അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം 1905 ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. വെബർ ആർഗ്യൂസ് ഇൻ ദ ടെക്സ്റ്റ് that capitalism developed to the advanced stage. അതെങ്ങനെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്? ക്യാപിറ്റലിസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയത്, അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്, ദാറ്റ് ഇറ്റ് ഡിഡ് ഇൻ ദ വെസ്റ്റ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ്, അതായത് അതിലൊരു വസ്തുതയുണ്ട്, പാശ്ചാത്യ രംഗത്ത് മുതലാളിത്തം അതിൻ്റെ പീക്ക് ഉന്നതിയിലെത്തുന്ന ഇതിന് കാരണം പ്രൊട്ടസ്റ്റൻ്റ് മതം ആണ്. പ്രൊട്ടസ്റ്റൻ്റ് മതം മുതലാളിത്തത്തെ എൻകറേജ് ചെയ്തു. എങ്ങനെയാണ് എൻകറേജ് ചെയ്തത്? അവരുടെ പ്രൊട്ടസ്റ്റൻ്റ് തത്വത്തിലെ തത്വത്തിലെ ജോലി എന്നത് ദൈവഹിതമാണ്. നാം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് വിട്ടിരിക്കുന്നത് ഈ ഭൂമിയെ അഭിവൃദ്ധിപ്പെടുത്തുവാനാണ്. ഭൂമിയിൽ വർക്ക് ചെയ്യണം, ഭൂമിയിൽ ജോലി ചെയ്യണം. അപ്പം ജോലി എന്നത് ദൈവത്തിൻ്റെ ഒരു ആഹ്വാനമായിട്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് മതം പറയുന്നത്. അതായത് പ്രൊട്ടസ്റ്റന്റിനിസം എൻകറേജ് ദ എംബ്രേസ് ഓഫ് വർക്ക് ആസ് എ കോളിംഗ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ളൊരു ആഹ്വാനമാണ് ജോലി. അതുകൊണ്ട് ജോലിയെ സ്വീകരിക്കുന്നത് പ്രൊട്ടസ്റ്റൻ്റ് മതത്തിൽ അനുയായികളോട് അതൊരു എത്തിക്സായിട്ട്, അവരുടെ ഒരു നിയമമായിട്ട്, ഒരു മര്യാദയായിട്ട് കണക്കാക്കപ്പെടുന്നു. ആൻഡ് കോൺസിക്വൻ്റ്ലി, തീർച്ചയായിട്ടും എല്ലാവരും മടിയന്മാരല്ലാതെ, ദൈവം പറഞ്ഞിരിക്കുന്നത് തൊഴിൽ ചെയ്യാനാണ്, അലസനായിരിക്കാനല്ല, ഈ ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി വർക്കിൽ അങ്ങോട്ട് വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഒരുപാട് പണസമ്പാദനത്തിന് കാരണമായി. ആൻഡ് കോൺസിക്വൻ്റ്ലി എ ഡെഡിക്കേഷൻ ടു വർക്ക് ദാറ്റ് അലൗഡ് വൺ ടു ഏൺ എ ലോട്ട് ഓഫ് മണി. ഇപ്പം നമ്മൾ പണം സമ്പാദിക്കണം എന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമ്മളവിടെ വളരെയധികം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു, പിന്നെ വ്യവസായ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം വർക്ക് ചെയ്യുന്നത് ദൈവം ആഹ്വാനമായിട്ട് തങ്ങളോട് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതാണ് എന്നുള്ള ചിന്തയിൽ അതിൻ്റെ ഫലമായിട്ട് മുതലാളിത്ത വികസനമുണ്ടായി, ധാരാളം പണമുണ്ടായി, ധാരാളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായി എന്നാണ് വെബർ പറയുന്നത്. ഇനി പണം സമ്പാദിച്ചിട്ട് ഒരുപാട് ആർഭാട ജീവിതം നയിക്കരുത് എന്നും ദൈവം ഇവരോട് അനുശാസിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ദിസ് കമ്പൈൻഡ് വിത്ത് ദ വാല്യൂ ഓഫ് അസെറ്റിസിസം എന്ന് വെച്ചാൽ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കേണ്ടത്. ഒരു സന്യാസി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണം. ആഡംബരം, അത്യാധുനിക ആഡംബരത്തിൽ ലൗകിക സുഖങ്ങളിൽ മുഴുകാൻ പാടില്ല എന്നും ദൈവം പ്രൊട്ടസ്റ്റൻ്റ് മതം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് കമ്പൈൻഡ് വിത്ത് വാല്യൂ അസെറ്റിസിസം, സന്യാസം ഓഫ്, എന്താണ് അസെറ്റിസിസം എന്നുള്ളതാണ് ഹൈഫനിട്ട് കൊടുത്തിരിക്കുന്നത്. ഓഫ് ലിവിങ് എ സിമ്പിൾ ഏർത്ത്ലി ലൈഫ് ഡിവോയ്ഡ് ഓഫ് കോസ്റ്റ്ലി പ്ലഷർ. അപ്പോൾ വളരെയധികം വിലയേറിയ ആനന്ദങ്ങൾ തേടിപ്പോകരുത്, വളരെ ലളിതമായ ജീവിതമായിരിക്കണം. അതാണ് അസെറ്റിസിസം. അപ്പോൾ ഇതാണ് നമ്മളുടെ മതം, പ്രൊട്ടസ്റ്റൻ്റ് മതം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മനോഭാവത്തെ വളർത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ആഹ്വാനവും മതം നൽകുന്നത്. ലേറ്റർ ആസ് ദ കൾച്ചറൽ ഫോഴ്സ് ഓഫ് റിലീജിയൻ ഡിക്ലൈൻ. അപ്പോൾ ഈ മതവിശ്വാസം വളരെ കഠിനമായിട്ട് വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നവരുണ്ടായിരുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം മതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു. പക്ഷേ എങ്കിലും ആളുകളുടെ ആ ഒരു അധ്വാനശീലം അതങ്ങനെ തന്നെ തുടർന്നു വന്നു. അപ്പോൾ വെബർ ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം വാസ് ഫ്രീഡ് ഫ്രം ദ ലിമിറ്റ്സ് പ്ലേസ്ഡ് ഓൺ ഇറ്റ് ബൈ പ്രൊട്ടസ്റ്റന്റ് മോറൽസ്. അപ്പോൾ ഇതെന്തായി മാറി? മതത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് കുറഞ്ഞപ്പോൾ മുതലാളിത്തം അങ്ങ് കൂടുതൽ വന്നു. അവിടെ ലളിതമായ ജീവിതം എന്നുള്ള മതത്തിൻ്റെ ആഹ്വാനത്തെ എല്ലാവരും മറന്നു. അപ്പോൾ അവിടെ മുതലാളിമാരങ്ങ് തഴച്ചു വളർന്നു. അവിടെയാണ് നമ്മൾ ക്ലാസ് സ്ട്രഗിൾ എന്നൊക്കെ നമ്മൾക്ക് കാൾ മാർക്സ് പറഞ്ഞു വന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മോറൽസ് ഒക്കെ അങ്ങ് മാറി ആൻഡ് എക്സ്പാൻഡഡ് ആസ് ആൻ എക്കണോമിക് സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക സമ്പ്രദായമായിട്ട് മാറുകയും മുതലാളിത്ത വ്യവസ്ഥിതിയായിട്ട് മാറുകയും ആ മുതലാളിമാർ തങ്ങൾക്ക് മികച്ച കമ്പോളങ്ങളെ തേടി കോളനികളെ കീഴടക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് വെബറിൻ്റെ കാഴ്ചപ്പാട്. ഇനി അടുത്ത തിയറി, നമ്മൾ എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മാക്സ് വെബർ ആൻഡ് ഹീസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അതോറിറ്റി. അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ മാക്സ് വെബേഴ്സ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു 8 മാർക്കിൻ്റെ എസ്സേ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പോയിൻറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തണം. ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്രയും എഴുതേണ്ടി വരും. ഇനി ഒരു 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് നമ്മൾ അതോറിറ്റി ചോദിക്കുന്നതെങ്കിൽ ടൈപ്പ് ഓഫ് അതോറിറ്റി മാത്രം പറഞ്ഞാൽ മതി. സോഷ്യൽ ആക്ഷനും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എക്സ്പ്ലെയിൻ മാക്സ് വെബേഴ്സ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നുള്ള എസ്സേ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം മാക്സ് വെബർ ബിലീവ്ഡ് ദാറ്റ്, അപ്പോൾ സോറി കേട്ടോ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും അത് ക്വസ്റ്റ്യൻ അല്ല, ആൻസറാണ്. ക്വസ്റ്റ്യൻ അതിന് മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ മാക്സ് വെബേഴ്സ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ. അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇത് ആൻസറാണ്. മാക്സ് വെബർ ബിലീവ് ദാറ്റ് സോഷ്യൽ ആക്ഷൻ ഈസ് ദ മെയിൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി. നമുക്കറിയാലോ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന്. മനുഷ്യൻ്റെ പെരുമാറ്റമാണ്. സാമൂഹിക ആക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ തന്നെയാണ് മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നു. ഇതാണ് നമ്മളുടെ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഈ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ആക്ഷനുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നു. പല സിറ്റുവേഷനിലും ഒരാൾക്ക് സംസാരിക്കാമല്ലോ. വീട്ടിലിരുന്ന് അച്ഛനും അമ്മയ്ക്കും കൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ അച്ഛന് മക്കളോട് ഉപദേശം രീതിയിൽ സംസാരിക്കാം. ഇല്ല എങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ മൈക്കിൽ ജനങ്ങളോട് സംസാരിക്കാം. ഒരു ടീച്ചറാണെങ്കിൽ ക്ലാസ് റൂമിൽ സംസാരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് സംസാരം എന്ന് പറയുമ്പോൾ പല സിറ്റുവേഷനുണ്ട്, പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആക്ഷന് ഒരു സിറ്റുവേഷനുണ്ട്, മീൻസ് ഉണ്ട്. മീൻസ് എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുന്ന മാർഗം. ഇപ്പം നമ്മൾക്ക് വേർബലായിട്ട് സംസാരിക്കാം, റിട്ടൺ ആയിട്ട് ലെറ്ററിലൂടെ സംസാരിക്കാം, മെയിലിലൂടെ നമുക്കൊരാളോടൊരു കാര്യം പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിഫോണിലൂടെ പറയാം. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ കാര്യം പറയാം. അപ്പോൾ ഈ മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ആൻഡ് എൻസ്, അതിൻ്റെ എൻസ് എന്ന് പറഞ്ഞാൽ അന്ത്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ എഫക്റ്റ്, കോൺസിക്വൻസസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിൽ പറയാം. അപ്പോൾ എന്താണ് സോഷ്യൽ ആക്ഷൻ തിയറി മാക്സ് വെബറിൻ്റെ? അപ്പോൾ സോഷ്യൽ ആക്ഷൻ തിയറി
റിജക്ട് ദ ഐഡിയ ദാറ്റ് സോഷ്യൽ ബിഹേവിയർ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ സൊസൈറ്റി. നമ്മളെപ്പോഴും എന്താ പറയുന്നത്, സമൂഹത്തിൻ്റെ പെരുമാറ്റം അത് സമൂഹമാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. സമൂഹം പറയുന്നു കുറേ ചിട്ടകളും നിയമങ്ങളും ഉണ്ട്, അതനുസരിച്ച് എല്ലാവരും മനുഷ്യരിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സൊക്കെ. അതെന്താകാം എക്സ്റ്റേണൽ ഫോഴ്സ്? എന്തുമാകാം, മതമാകാം, കുടുംബമാകാം, അല്ലെങ്കിൽ നമ്മളുടെ ചില മറ്റു രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആകാം. ഇപ്പം നമ്മളെ ഭരിക്കുന്നത് വേറൊരു രാജ്യമാണ്, അവർ പറയുന്ന മതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടതെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാത്തിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ആണ് മാക്സ് വെബർ പറയുന്നത് സോഷ്യൽ ആക്ഷൻ തിയറിയിൽ പറയുന്നത്. പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ബിഹേവിയറുമല്ല, സൊസൈറ്റിയുമല്ല മനുഷ്യൻ്റെ പെരുമാറ്റത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. അതിൽ വ്യക്തികൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യാണ് ദ ഐഡിയ ഓഫ് സോഷ്യൽ ബിഹേവിയർ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റിയാണ് ഈ മനുഷ്യൻ്റെ സാമൂഹ്യ പെരുമാറ്റം ചിട്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് എന്നുള്ളത് അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വ്യക്തികൾക്ക് യാതൊരു കൺട്രോളും ഇല്ല, നമ്മളുടെ പെരുമാറ്റത്തിൽ വ്യക്തികൾക്ക് യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂഹം, ബാഹ്യശക്തികൾ എന്നിവ മാത്രമല്ല വ്യക്തികളെ നിയന്ത്രിക്കുന്നത് എന്ന് സോഷ്യൽ തിയറി വ്യക്തമാക്കി. പിന്നെ ഇൻഡിവിജ്വൽസ് ആക്ഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. ഇപ്പം ഞാനൊരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ അത് നോക്കി ചിലപ്പോൾ കോപ്പി ചെയ്യാം, നമുക്ക് റെഫറൻസ് ഗ്രൂപ്പായിട്ട് നമ്മളെ എടുക്കാം. ഇൻഡിവിജ്വൽസ് ആക്ഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ റിസൾട്ടിങ് ഇൻ എ സൊസൈറ്റി. വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരുടെ മനോഭാവവും പെരുമാറ്റവും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നു. ഇപ്പം നമ്മളൊരു വ്യക്തി ഇവിടെ വളരെ നമ്മൾ ആദരിക്കുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾക്ക് റിസൾട്ടിങ് ഇൻ എ സൊസൈറ്റി വെർ പീപ്പിൾ ഇൻട്രാക്ട് ബൈ ഇൻ്റർപ്രറ്റിംഗ് ഹൗ അതേഴ്സ് ആക്ട് ആൻഡ് ദ മീനിങ് ബിഹൈൻഡ് ദെയർ ആക്ഷൻ. അപ്പം മറ്റുള്ളവർ അതെങ്ങനെ അവർ പെരുമാറുന്നത്, അവരുടെ പെരുമാറ്റത്തിൻ്റെ പിന്നിൽ എന്താണ്, ഇതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതിൽ പിന്നിലെ അർത്ഥവും വ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾ ഇടപഴകുന്ന ഒരു സമൂഹത്തിനെ, കാരണം ഇപ്പം നമ്മൾക്കറിയാം ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു, അപ്പം നമ്മളത് ഒരു സോഷ്യൽ ആക്ഷനാണ്. നമ്മളൊരു വഴി കൂടി നടന്നു പോകുന്നൊരു വ്യക്തി ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത് നിന്ന് ഒരു ടീച്ചർ സംസാരിക്കും, നമുക്കറിയാൻ പറ്റും അവിടെ എന്താ സംഭവിക്കുന്നത്, അതൊരു ക്ലാസ്സാണ് നമ്മൾ പറയും. അവിടെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ സോഷ്യൽ ആക്ഷൻ നമ്മൾ ഇമാജിൻ ചെയ്യും, കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സ് ആരാണെന്ന്, ടീച്ചേഴ്സ് എങ്ങനെ പെരുമാറും എന്ന് നമുക്കറിയാം. അപ്പോൾ ടീച്ചേഴ്സ് അവിടെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് കുട്ടികളോട് സംസാരിക്കുകയാണ്, കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ദ റിസൾട്ട് ഈസ് എ സൊസൈറ്റി വേർ പീപ്പിൾ ഇൻട്രാക്ട് ബൈ ഒബ്സർവിങ് ഹൗ അതേഴ്സ് ആക്ട്. അപ്പം നമ്മൾക്ക് മറ്റുള്ള എങ്ങനെ പ്രവർത്തിക്കും, അയാൾ എന്താണ് ചെയ്യുന്നത്, അയാളുടെ ആക്ഷൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ ആക്ഷൻ തിയറി മാക്സ് വെബർ പറയുന്നത്. ഇനി മാക്സ് വെബർ എങ്ങനെയാണ് സോഷ്യോളജിയെ വിശദീകരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്? മാക്സ് വെബർ സോഷ്യോളജിയിൽ, ഇപ്പം നമ്മൾ എപ്പോഴും പറയുമല്ലോ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ്, നമ്മൾ വസ്തുനിഷ്ഠമായി അവിടെ എന്ത് നടന്നു അത് അങ്ങനെ തന്നെ പറയണം. അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ മനോഭാവങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ആളുടെ വിശ്വാസങ്ങളും അതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ആക്ഷൻ ഇൻക്ലൂഡഡ് ഓൾ ബിഹേവിയർ ദാറ്റ് വാസ് മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, അർത്ഥവത്തായ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ നമ്മൾ അതൊക്കെയാണ് നമ്മൾ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് സോഷ്യൽ ആക്ഷൻ, അപ്പം നമ്മൾക്കൊരു സോഷ്യൽ ആക്ഷനെ
മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു സോഷ്യൽ ആക്ഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ 2 മാർഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ മനോഭാവം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് അതെന്താണ് എന്ന് വിശദീകരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അന്ധവിശ്വാസങ്ങളും നമ്മളുടെ ചില ചിന്താഗതികളും നമ്മളുടെ ചില മുൻധാരണകളും ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ പ്രവൃത്തിയെ നമ്മൾ ജസ്റ്റ് വിവരിച്ചാൽ മതി. വിധിക്കാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. അയാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഒന്നും പറയണ്ട. അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് വിവരിച്ചാൽ മാത്രം മതി. ഇതാണ് എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, സഹാനുഭൂതിയോടെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയില്ലേ, അതുതന്നെ. രണ്ടാമത്, സൊസൈറ്റി ഒരു ആദർശ മാതൃക വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. ആദർശ മാതൃകയാണെങ്കിൽ നമ്മളെല്ലാവരും അതനുസരിച്ച് അങ്ങോട്ട് പിന്നോട്ട് പോകും. അപ്പോൾ ഇതാണ്. അപ്പോൾ ആദ്യത്തെ നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് റിക്വയർ ദ സോഷ്യോളജിസ്റ്റ് ടു ഫെയ്ത്ത്ഫുള്ളി റെക്കോർഡ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യണം. എല്ലാത്തിൻ്റെയും സബ്ജക്റ്റീവ് മീനിങ് എന്ന് നമുക്ക് അറിയാലോ. അതായത് ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠമല്ല. വസ്തുനിഷ്ഠം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ ഒരു പോയിൻറ്റും വിടാതെ നമ്മൾ അവിടെ എന്താ കണ്ടത് എന്നുള്ളത് ആണ് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. ഇവിടെ ആത്മനിഷ്ഠം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അയാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റീവ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളുടെ വിചാരങ്ങളും വിശ്വാസങ്ങളും അതിലേക്ക് ചേരാൻ പാടില്ല. സബ്ജക്റ്റീവ് തിങ്കിങ് നമ്മുടെ റിസർച്ചിൻ്റെ വസ്തു വരാൻ പാടില്ല. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന ആളുടെ മനോഭാവത്തെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം വിവരിക്കാൻ. അപ്പോൾ ദ സബ്ജക്റ്റീവ് മീനിങ് ആൻഡ് മോട്ടിവേഷൻസ് ഓഫ് സോഷ്യൽ ആക്ടേഴ്സ്, ആ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തികളുടെ പെരുമാറ്റത്തിൻ്റെ അർത്ഥം എന്താണ്, ആ ഉദ്ദേശം എന്താണ്, വിതൗട്ട് അലോവിങ് ഹിസ് ഓർ ഓൺ പേഴ്സണൽ ബിലീഫ്. അതങ്ങനെ തന്നെ അങ്ങോട്ട് വിവരിച്ചാൽ മാത്രം മതി. പക്ഷെ നമ്മളുടേതായ കുറേ കുത്തി കയറ്റി ഉള്ള പരിപാടിയും ഒന്നും വേണ്ട. നമ്മൾ ആഡ് ചെയ്തൊന്നും കൊടുക്കണ്ട. നമ്മുടെ പേഴ്സണൽ ബിഹേവിയറും ബിലീഫും ഒപ്പീനിയനും ഒന്നും അവിടെ ആഡ് ചെയ്യണ്ട. അതാണ് എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രജ്ഞൻ സ്വന്തം വ്യക്തിപരമായ വിശ്വാസങ്ങൾ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തി ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അവിടെ ആത്മനിഷ്ഠമായി, കേട്ടോ, വസ്തുനിഷ്ഠമായി എന്നുള്ള വാക്ക് പറയരുത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാലോ അത് ഒബ്ജക്റ്റീവ് തിങ്കിങ് ആണ്, ഒബ്ജക്റ്റിവിറ്റിയാണ് ആ പറയണത്. അപ്പോൾ ഇവിടെ നമ്മൾ ആത്മനിഷ്ഠമായി രേഖപ്പെടുത്തുവാൻ നമുക്ക് സഹാനുഭൂതിയുള്ള ധാരണ ആവശ്യമാണ്. ഇനി മറ്റൊരു വാക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ അതർ വേർഡ്, സോഷ്യോളജിസ്റ്റ് വെ മെൻ ടു ഡിസ്ക്രൈബ്, വിവരിച്ചാൽ മാത്രം മതി. അവിടെ നടക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളത് വിവരിച്ചാൽ മാത്രം മതി. നോട്ട് ജഡ്ജ്, അവിടെ ജഡ്ജ് ചെയ്യരുത്, വിധിക്കരുത്. ഇൻ ദ സബ്ജക്റ്റ് ഫീലിംഗ് ഓഫ് അതേഴ്സ്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ മറ്റുള്ളവരുടെ ആത്മനിഷ്ഠമായ വികാരങ്ങളെ വിധിക്കാൻ പാടില്ല, വിവരിക്കാനാണ് ചെയ്യേണ്ടത്. വെബർ കോൾ ദിസ് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റിവിറ്റീസ് വാല്യൂ ന്യൂട്രാലിറ്റി. അതായത് നമുക്കറിയാലോ, നമ്മൾ ഓരോ സൊസൈറ്റിക്കും ഒരു മൂല്യം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ അവിവാഹിതരായ ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നത് അത്ര താല്പര്യമുള്ളതല്ല. ഇപ്പം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മളുടെ മൂല്യത്തിന് അത് ചേർന്നതല്ല എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷേ ചില സമൂഹങ്ങളിൽ അത് നോർമലാണ്. അപ്പം നമ്മളത് തെറ്റാണെന്നോ ശരിയാണോ എന്നൊന്നും വിധിക്കാൻ നിൽക്കരുത്. അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാട് ഇതാണ്, അവരുടെ സാഹചര്യം ഇതാണ് എന്നങ്ങോട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് അതങ്ങ് വിവരിക്കുക. ഇതിനെയാണ് നമ്മൾ വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. വെബർ ഇത്തരത്തിലുള്ള വസ്തുനിഷ്ഠതയെ നിഷ്പക്ഷത എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സോഷ്യൽ റിസർച്ചർ. അതായത് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പേഴ്സണൽ ബയസ്, നമ്മളുടെ പക്ഷപാതങ്ങൾ അത് ഇതിൽ വരാൻ പാടില്ല. അതിനെ മറികടന്നേ ഒക്കൂ. എങ്കിൽ മാത്രമേ റിസർച്ചറിന് കറക്റ്റ് ഡാറ്റ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സോഷ്യൽ റിസർച്ചർ ടു ഓവർകം പേഴ്സണൽ ബയസ് വെൻ കണ്ടക്ടിങ് എനി
റിസർച്ച്. അപ്പോൾ എന്ത് ചെയ്യണം? ജഡ്ജ് ചെയ്യാതെ ആ കണ്ട വിവരങ്ങൾ വ്യക്തമായി അങ്ങോട്ട് വിവരിക്കുക. ഡിസ്ക്രൈബ് ദ ഫാക്ട് ഓണസ്റ്റ്ലി വിതൗട്ട് ജഡ്ജിങ് ദം. അപ്പോൾ അവിടെ സബ്ജക്റ്റിവിറ്റിയും വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിവിറ്റിയും വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, സോഷ്യൽ റിസർച്ചിൽ ഒബ്ജക്റ്റിവിറ്റി മസ്റ്റാണ്. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ജഡ്ജ് ചെയ്യാതെ പറയുമ്പോൾ, അവരുടെ വശവും കൂടി നമ്മൾ നിന്ന് പറയുമ്പോൾ അത് ഇത്രയും കൂടി സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അതാണ് വാല്യൂ ന്യൂട്രാലിറ്റി. അപ്പോൾ വെബർ സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻസ് ക്യാരി സബ്ജക്റ്റീവ് മീനിങ്. ഓരോ വ്യക്തി ചെയ്യുന്നതിൻ്റെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിച്ച കുറച്ച് വിഷമങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ടാകും. ആൻഡ് ടു സ്റ്റഡി ദീസ്, ഇത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഇതും കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് സോഷ്യോളജി നീഡ് ടു കോൺസ്റ്റൻ്റ്ലി പ്രാക്ടീസ്. അപ്പോൾ കുറച്ച് ക്രൂരരായി നിൽക്കാതെ നമ്മൾ വളരെ കുറച്ചും കൂടി എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അത് ഒബ്ജക്റ്റിവിറ്റിയും പാലിക്കണം. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം, മറച്ചു വെക്കാനൊന്നും പാടില്ല. പക്ഷെ നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും ജഡ്ജ്മെൻറ്റും അതിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് വെബർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ആത്മനിഷ്ഠമായ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ചില കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മതവിശ്വാസം, എൻ്റെ കൾച്ചർ, എൻ്റെ ഫാമിലി എന്നെ പഠിപ്പിച്ച ചില ചിട്ടകൾ അതൊക്കെ ഉണ്ടല്ലോ. അവ പഠിക്കാൻ സാമൂഹ്യശാസ്ത്ര വസ്തുനിഷ്ഠമായിരിക്കുകയും വേണം, പക്ഷേ സഹാനുഭൂതിയിലൂടെ മനസ്സിലാക്കൽ ചെയ്യുകയും വേണം. ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്നാണ് വെബർ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വഴി, അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ ഈ പറഞ്ഞത് ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത്. രണ്ടാമത്തത്, സൊസൈറ്റി തന്നെ ഒരു ആദർശ മാതൃക അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ ഫ്രെയിം വർക്ക് ഇങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ആ ആദർശ മാതൃകയിൽ നിന്ന് നമുക്കങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വെബർ ഓൾസോ സജസ്റ്റഡ് അനദർ മെത്തഡോളജിക്കൽ ടൂൾ ഫോർ ഡൂയിങ് സോഷ്യോളജി. അതെന്താണ്? ഐഡിയൽ ടൈപ്പാണ്, ആദർശ മാതൃകയാണ്. ഐഡിയൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ വസ്തുതയെ വിശദീകരിക്കാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഹി യൂസ് ദ ഐഡിയൽ ടൈപ്പ് ടു ഇല്ലസ്ട്രേറ്റ് 3 ടൈപ്സ് ഓഫ് അതോറിറ്റി. അപ്പം 3 തരം അധികാരം ഉണ്ട് ലോകത്ത്. ആ 3 തരം അധികാരം എന്ന് പറയുന്നത് ഒരു ആദർശ മാതൃകയാണ്, ഐഡിയൽ ടൈപ്പാണ്. ചില സ്ഥലങ്ങളിൽ രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്, ആദിവാസികളുടെ ഇടയിൽ അവിടുത്തെ നാട്ടുമൂപ്പൻ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ട്രഡീഷണൽ അതോറിറ്റി എന്ന് നമുക്ക് ഐഡിയൽ ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വെബറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ട്രഡീഷണൽ അതോറിറ്റി ഒന്നാമത്തത്, അത് ഒരു കസ്റ്റം ആൻഡ് പ്രാക്ടീസസ് ആണ്. അതൊരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ ആ ഒരു കസ്റ്റം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ രാജാവ്, അധികാരിയാണ് രാജാവ്, രാജാവിൻ്റെ മൂത്ത മകനാണ് അധികാരത്തിലേക്ക് വരുന്നത്. അതുപോലെ ആദിവാസികളുടെ ഇടയിലും അധികാര കൈമാറ്റം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവർ റൂട്ടഡ് ഇൻ ദ ട്രഡീഷണൽ ഓർ ലോങ് സ്റ്റാൻഡിങ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് സൊസൈറ്റി. അതായത് ഒരു വിശ്വാസമുണ്ട്, അവർക്ക് ദീർഘകാലമായി അത് പിന്തുടരുന്നു, ആ അധികാരം അതേപോലെ തന്നെ പോരുന്നു. അതൊരു ഐഡിയൽ ടൈപ്പാണ്. അപ്പോൾ അവിടെ ആർക്കും ചോദ്യം ചെയ്യാനില്ല. അവിടെ ശരിയാണോ തെറ്റാണോ, ഇയാൾക്ക് എന്തുകൊണ്ട് അധികാരം കൊടുത്തില്ല, അയാൾ കുറച്ചും കൂടി കഴിവുള്ള വ്യക്തിയല്ലേ, അങ്ങനെയുള്ള ചോദ്യമൊന്നും വരുന്നില്ല. രാജാവിൻ്റെ മകനായതുകൊണ്ട് ആ രാജാവാണ് എന്ന് ജനങ്ങൾ അപ്പാടെ അങ്ങ് അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. ഇറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഗിവൺ ടു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ബിക്കോസ് ഓഫ് ദ കസ്റ്റം ആൻഡ് ട്രഡീഷൻ ഓഫ് ദറ്റ് സൊസൈറ്റി. അപ്പോൾ ഈ അധികാരം അവർക്കേ കിട്ടത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കുമില്ല പരാതിയില്ല, സങ്കടമില്ല, അടിപിടിയില്ല, ഒന്നുമില്ല, അതങ്ങ് അംഗീകരിച്ച് പോകുന്നു. ഇനി രണ്ടാമത്തത് കരിസ്മാറ്റിക് അതോറിറ്റിയാണ്. കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില സിറ്റുവേഷനിൽ ചില ആളുകൾ ഇങ്ങനെ രക്ഷകനായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാ ആളുകളും ആ വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ഒരു ആശയത്തിൽ, അല്ലെങ്കിൽ ചില മാസ്മരികത എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ആ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷനാണ് ആ ഒരു മാസ്മരികത. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് ഹിറ്റ്ലറെ, മദർ തെരേസ, ജീസസ് ക്രൈസ്റ്റ്, ഇതൊക്കെ പറയാം. അപ്പോൾ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കരിസ്മാറ്റിക് ലീഡേഴ്സ് ആർ ഇൻഡിവിജ്വൽസ്
ഹൂ യൂസ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ചിലവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. അവരുടെ പ്രസംഗം കണ്ടിട്ടാണ് ജനങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഹിറ്റ്ലർ അതിന് വലിയൊരു ഉദാഹരണമാണ്. അതുപോലെ ജീസസ് ക്രൈസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും എല്ലാം തന്നെയാണ് ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ സൗമ്യ സ്വഭാവം, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവം, ഇതൊക്കെയാണ്, ആ പേഴ്സണാലിറ്റിയാണ് ജനങ്ങളെ ആകർഷിച്ചത്. മദർ തെരേസയും മറ്റൊരു ഉദാഹരണം. ഇനി റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ വാസ് ബേസ്ഡ് ഓൺ ലീഗൽ പ്രൊസീജിയർ. ഇന്നത്തെ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നമ്മളൊരു ലീഡറെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്, ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബേസ്ഡ് ഓൺ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇറ്റ് പ്രിവെയിൽഡ് ഇൻ മോഡേൺ ടൈംസ് ആൻഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ബ്യൂറോക്രസി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ആളുകളിങ്ങനെ ലീഗലായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഭരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും നമ്മൾ ലീഗലായിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവരെങ്ങനെ ക്രമീകരിക്കുന്നു? ഒരു ഉദ്യോഗസ്ഥ വൃന്ദമായി ക്രമീകരിക്കുന്നു. ഉയർന്നതും താഴ്ന്നതുമായ സ്ഥാനങ്ങളിലെ പ്രത്യേകം അവർക്ക് ഡ്യൂട്ടീസൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു ബ്യൂറോക്രസി ആയിട്ട്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദമായിട്ട്, ഉദ്യോഗസ്ഥരുടെ കൂട്ടം, അതായത് ഗവൺമെൻറ് മേഖലയിലെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം, അത് ഉയർന്നതും താഴ്ന്നതുമായ തട്ടുകളിൽ അവരുടെ സാലറിയും എല്ലാം അസൈൻ ചെയ്തിട്ട് ക്രമീകരിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 types ഓഫ് അതോറിറ്റി അക്കോർഡിംഗ് ടു മാക്സ് വെബർ ചോദിക്കാം. അതുപോലെ വോട്ട് ഈസ് ബ്യൂറോക്രസി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് എപ്പോഴും ചോദിച്ചു വരുന്ന 2 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്, നന്നായി പഠിക്കാം. ഇനി ഇതിൽ തന്നെയാണ് നമുക്ക് ഐഡിയൽ ടൈപ്പിൽ തന്നെയാണ് അതോറിറ്റിയും ബ്യൂറോക്രസിയും വരുന്നത്. നിങ്ങൾക്കറിയാം, അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ലീഗൽ ടൈപ്പ് അതോറിറ്റിയിലാണ് നമ്മൾ ബ്യൂറോക്രസി വരുന്നത്. മറ്റ് 2 ടൈപ്പ് ഓഫ് അതോറിറ്റിയിലും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതോറിറ്റിയിൽ കൊടുക്കുമ്പോൾ ലീഗൽ അതോറിറ്റിയിലാണ് ബ്യൂറോക്രസി വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ബ്യൂറോക്രസി എന്താണെന്നൊരു ഡെഫിനേഷൻ കൊടുക്കുക. അതൊരു ഫോമൽ ഓർഗനൈസേഷനാണ്, നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാണ്. വിച്ച് ഡിവൈഡ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ ടു റോൾസ്. നമ്മൾ ഓരോരുത്തർക്കും ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻഡ് ബൈ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. വെറുതെ പറഞ്ഞു കൊടുക്കുന്നതല്ല, നിയമത്തിൻ്റെയും അതുപോലെ ചില നടപടികളുടെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലികൾ, ഔദ്യോഗിക ഓർഗനൈസേഷനാണത്. ദേ ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കി ഓഫ് പവർ. ചില ആൾക്കാർക്ക് ഉയർന്ന സ്ഥാനം, അത് കഴിഞ്ഞിട്ടുള്ള തട്ടിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും, അതിൻ്റെ താഴെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ ഏറ്റവും താഴത്തെ തട്ടിൽ വരെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സവിശേഷതകളും ഉണ്ട്. ഫങ്ഷനിങ് ഓഫ് ഒഫീഷ്യൽസ്. അപ്പോൾ ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥാനങ്ങളുടെ ക്രമം. അതുപോലെ രേഖയാണ് അവിടെ വിശ്വാസ്യത. രേഖ, റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ എല്ലാം ഉള്ളത്. ഫയൽ അനുസരിച്ചിട്ടേ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണം, അത് നോക്കാൻ മേലുദ്യോഗസ്ഥനുണ്ടാവും. പിന്നെ പെരുമാറ്റം. തോന്നിയ പോലെ ആ ഓഫീസിൽ വരാനും പോകാനൊന്നും പറ്റില്ല. നിയമം അനുസരിച്ച് കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരിക, രജിസ്റ്ററിൽ ഒപ്പിടുക, അല്ലെങ്കിൽ പഞ്ച് ചെയ്യാം, അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആ പെരുമാറ്റം ഓഫീസിലെ നിയമങ്ങൾക്കനുസരിച്ചാണ്. പിന്നെ ഓരോ തൊഴിലും ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും അവരുടെ റാങ്ക് അനുസരിച്ച്. ഇനി ഫങ്ഷനിങ് ഓഫീഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഒഫീഷ്യൽ ജൂറിസ്ഡിക്ഷനുണ്ട്. അത് ഗവേൺഡ് ബൈ റൂൾസ്, ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷനാണ്. അതായത് നിയമങ്ങളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷനും ഒക്കെ നിയന്ത്രിക്കുന്ന അധികാരത്തിലാണ് ആളുകളെ ഇരുത്തുന്നത്. The regular activities of the bureaucratic organization are distributed in a fixed way as official duty. അപ്പോൾ നമ്മൾക്ക് ചെല്ലുമ്പോൾ ചെയ്യേണ്ട ജോലികളൊക്കെ എന്തൊക്കെയാണ് എന്ന് നിശ്ചിത രീതിയിൽ അവിടെ നൽകിയിട്ടുണ്ടാവും, അത് ചെയ്യണം. ആസ് ഡ്യൂട്ടീസ് ആർ ടു ബി ഫുൾഫിൽഡ് ഇൻ എ റെഗുലർ ബേസിസ്, ഓൺലി ദോസ് ഹൂ ഹാവ് ദ റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ ടു പെർഫോം ദം ആർ എംപ്ലോയിഡ്. അപ്പോൾ അങ്ങനെ ജോലിക്ക് എടുക്കുന്നത് തോന്നിയ ആൾക്കാരെയൊന്നുമല്ല, ആ ജോലിക്ക് യോഗ്യത പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ അവിടെ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈറാർക്കിക്കൽ ഓർഡറിങ് ആണ്. അപ്പോൾ ഓഫീസ്
അതൊരു ഗ്രേഡഡ് ഹൈറാർക്കി അവിടെ ഉണ്ടാകും. ഹയർ ഒഫീഷ്യൽ ഉണ്ടാവും. അവർ താഴത്തെ ഓഫീസേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൈറാർക്കിക്കൽ ഓർഡറിങ് ഓഫ് പൊസിഷൻ അലൗ സ്കോപ്പ് ഓഫ് അപ്പീൽ ടു എ ഹയർ ഒഫീഷ്യൽ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അഴിമതി നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് താഴ്ന്ന നിലയിൽ ഒരു ഗ്രേഡ് ഓഫീസറിനെതിരെ അതിൻ്റെ മുകളിലുള്ള ഗ്രേഡിലുള്ള ഓഫീസർക്ക് പരാതി നൽകാൻ സാധിക്കും. ഇനി റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഫയലുകളെയൊക്കെയാണ് ആശ്രയിച്ച് എല്ലാ മാനേജ്മെൻറ്റും ബ്യൂറോക്രസിയിൽ നടക്കുന്നത്. അത് റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും ഓരോ കാര്യങ്ങൾ. പിന്നെ ഓഫീസ് മാനേജ്മെൻറ്റ് നമുക്കറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ ട്രെയിൻഡ് സ്കിൽഡ് പേഴ്സൺസ് ആയിരിക്കും. പിന്നെ പെരുമാറ്റങ്ങൾ റൂൾസ് അനുസരിച്ചായിരിക്കും, റെഗുലേഷൻ അനുസരിച്ചായിരിക്കും, പിന്നെ റാങ്ക് അനുസരിച്ചായിരിക്കും ശമ്പളം. ഓൾ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഹാവ് ലീഗൽ റെക്കഗ്നീഷൻ വേണം. ഒഫീഷ്യൽ ക്യാൻ ബി ഹെൽഡ് അക്കൗണ്ടബിൾ. നമ്മൾ ഉദ്യോഗസ്ഥർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ബ്യൂറോക്രസി അക്കോർഡിംഗ് ടു മാക്സ് വെബർ. അപ്പോൾ ഇതോടെ ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. താങ്ക് യു.